മേലേ മേലേ പയോധൗ തിരനിരയതുപോൽ ഗദ്യപദ്യങ്ങളോർത്തും കാലേ കാലേ ഭവിപ്പാൻ ജഗമതിലൊളിയായി ചിന്നിടും തേൻകുഴമ്പേ. ബാലേ ബാലേ മനോജ്ഞേ പരിമൃദുലതനോ യോഗിമാർ നിത്യമുണ്ണും പാലേ ലീലേ വസിക്കൻ മനസി സുഹൃതസന്താനവല്ലി സുചില്ലി ദേവി ശരണമമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാല വന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ യജ്ഞവേദിയിലേക്ക് സുസ്വാഗതം. ഏകാദശ സ്കന്ധത്തിലെ 16-ാമത്തെ അധ്യായമാണ് ഇന്ന് അവലോകനം ചെയ്യുന്നത്. സന്ധ്യോപാസന വിധികളെയാണ് ഇവിടെ നാരായണ മഹർഷി നാരദന് പറഞ്ഞുകൊടുക്കുന്നത്. ഭസ്മധാരണത്തിന്റെ മാഹാത്മ്യത്തെ വിസ്തരിച്ച് പറഞ്ഞതിന് ശേഷം പുണ്യപ്രദമായിട്ടുള്ള സന്ധ്യോപാസനയെ പറ്റി പറയാം എന്ന് പറഞ്ഞു തുടങ്ങണു. സന്ധ്യാവന്ദനങ്ങൾ 3 സമയത്ത് ചെയ്യാറുണ്ട്: കാലത്ത്, ഉച്ചയ്ക്ക്, വൈകിട്ട്. കാലത്ത് ചെയ്യേണ്ടതിനെ പ്രാതസന്ധ്യാ വന്ദനം എന്ന് പറയുന്നു. ഉച്ചയ്ക്ക് ചെയ്യുന്നതിനെ മാധ്യാഹ്നികം എന്ന് പറയുന്നു. വൈകിട്ട് സായം സന്ധ്യാവന്ദനം എന്ന് പറയുന്നുണ്ട്. അതിൽ ആദ്യമായിട്ട് പ്രാതസന്ധ്യാ നിയമത്തെക്കുറിച്ചാണ് ഇവിടെ പറയണത്. പ്രഭാതമാകുമ്പോൾ പ്രഭാതമാകുമ്പോൾ നക്ഷത്രങ്ങളോട് കൂടിയ സമയത്ത്, അതായത് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് എന്നർത്ഥം. സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ പിന്നെ സൂര്യപ്രകാശത്തിൽ നക്ഷത്രങ്ങളെ കാണാൻ കഴിയില്ല. അപ്പോൾ സൂര്യൻ ഉദിക്കുന്നതിന് തൊട്ട് മുമ്പ് പ്രാതസന്ധ്യ നടത്തണം. സൂര്യൻ നട്ടുച്ചയിൽ നിൽക്കുന്ന സമയത്ത്, മൂർധാവിൽ വരുന്ന സമയത്ത് മാധ്യാഹ്ന സന്ധ്യയെ ചെയ്യണം. സൂര്യൻ പൂർണ്ണമായി അസ്തമിക്കുന്നതിന് മുമ്പായി സായം സന്ധ്യ ചെയ്യണം. ഇങ്ങനെയാണ് ഈ 3 സന്ധ്യകളെ ഉപാസിക്കേണ്ടത് എന്ന് പറയുകയാണ്. അതിൻ്റെ ഭേദങ്ങളെ പറ്റിയിട്ടാണ് പിന്നെ പറയണത്. നക്ഷത്രങ്ങളുമായാത്ത പ്രാതസന്ധ്യയാണ് ഉത്തമം. താരകൾ മറഞ്ഞത് മധ്യമം, സൂര്യനോടുകൂടിയത് അധമം. ഇങ്ങനെ 3 വിധത്തിലുണ്ട് പ്രാതസന്ധ്യകൾ. സൂര്യോദയത്തിന് മുമ്പ് താരങ്ങൾ ആകാശത്തിലുള്ള സമയത്ത് ചെയ്യുന്നതായിട്ടുള്ളത് ഉത്തമമാണ്. എന്നവിടെ വിശേഷാൽ പറഞ്ഞു. താരങ്ങൾ മറഞ്ഞ് കഴിഞ്ഞതിന് ശേഷം ചെയ്യുന്നത് മധ്യമമാണ്. സൂര്യൻ ഉദിച്ചു കഴിഞ്ഞ് ചെയ്യുന്നത് അധമമാണ് എന്നൊക്കെ പറയണു. സൂര്യൻ അസ്തമിക്കാത്ത സായം സന്ധ്യ ഉത്തമം. സൂര്യൻ അസ്തമിച്ചത് മധ്യമം. ആകാശത്തിൽ നക്ഷത്രങ്ങൾ വന്ന സമയത്ത് ചെയ്യുന്നത് അധമം. ഇങ്ങനെ സായം സന്ധ്യയും 3 പ്രകാരത്തിലുണ്ട്. ബ്രാഹ്മണര് വൃക്ഷം ആണ് എങ്കിൽ ആ വൃക്ഷത്തിന്റെ വേരുകളാണ് സന്ധ്യകള്, ശാഖകള് വേദങ്ങളാണ്, ആ വൃക്ഷത്തിന്റെ പത്രങ്ങളാണ് ധർമാനുഷ്ഠാനങ്ങള്. അതുകൊണ്ട് അതിന്റെ വേര് ആ വൃക്ഷത്തിന്റെ രക്ഷിക്കണം. വേരറ്റാൽ എപ്രകാരമാണോ വൃക്ഷം തന്നെ ഇല്ലാതെ കണ്ടാകുന്നത്, അതുപ്രകാരമായിരിക്കും സന്ധ്യാവന്ദനാദികൾ ഇല്ലാതെ കണ്ടായാൽ. സന്ധ്യാവന്ദനങ്ങൾ അറിഞ്ഞുകൂടാത്തവനും സന്ധ്യയെ ഉപാസിക്കാത്തവനുമായ ബ്രാഹ്മണൻ ജീവിച്ചിരിക്കെ ശൂദ്രനാണ്. മരിച്ചാൽ അവൻ ശ്വായിട്ട്, നായയായിട്ട് ജനിക്കുന്നൊക്കെയാണ് പറയണത്. അതുകൊണ്ട് നിത്യവും ഉത്തമമായ സന്ധ്യോപാസനം അവശ്യം അനുഷ്ഠിക്കേണ്ടതാണ്. അതനുഷ്ഠിക്കാത്തവൻ മറ്റു കർമ്മങ്ങൾക്ക് അധികാരിയാവുന്നില്ല. ഉദയാസ്തമങ്ങൾക്ക് ശേഷം 3 നാഴികയോളം സമയം സന്ധ്യയെ ഉപാസിക്കാം. അതിനുശേഷമാണെങ്കിലോ പ്രായശ്ചിത്തം ചെയ്യണം. അല്പസമയം മാത്രമാണ് നമ്മൾ അധികമായിട്ട് എടുത്തത് എന്നുണ്ടെങ്കിൽ 4ാമതൊരു അർഘ്യം കൂടി നൽകിയാൽ മതിയാകും. അല്ലെങ്കിൽ കാലത്ത് 3 അർഘ്യമാണ് ചെയ്യുന്നത് ഗായത്രി ജപിച്ചുകൊണ്ട്. അതിനു പകരം പ്രായശ്ചിത്തമായിട്ട് 1 അർഘ്യം കൂടി അധികം
സമർപ്പിക്കണം. അത് പ്രായശ്ചിത്തമാണ്, നേരം വൈകി ചെയ്യുന്നതിന് കാരണം. താമസിച്ചു പോയാൽ 108 ഗായത്രി ജപിച്ചിട്ട് സന്ധ്യാവന്ദനം അനുഷ്ഠിക്കണം. ഏത് കാലത്ത് ഏത് കർമ്മമാണോ ചെയ്യേണ്ടത് ആ കാലത്ത് ആ സന്ധ്യയെ ഉപാസിച്ചിട്ട് പിന്നെ വേണം ആ സമയത്ത് ചെയ്യേണ്ട ബാക്കിയുള്ള എന്തെങ്കിലും കർമ്മങ്ങൾ ഉണ്ടെങ്കിൽ ചെയ്യാനായിട്ട്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കാലത്തൊരു ഗണപതി ഹോമം ചെയ്യണം എന്നുണ്ടെങ്കിൽ ആദ്യം സന്ധ്യാവന്ദനം ചെയ്തതിന് ശേഷം ഗണപതി ഹോമം ചെയ്യണം. അല്ലാതെ ഗണപതി ഹോമം ചെയ്തതിന് ശേഷം സന്ധ്യാവന്ദനം ചെയ്യല്ല. അപ്പോൾ സന്ധ്യാവന്ദനങ്ങൾ ചെയ്ത് അതേമാതിരി ഇപ്പോൾ വൈകിട്ട് ഭഗവതി സേവ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആദ്യം സന്ധ്യാവന്ദനം ചെയ്ത് പിന്നെ ഭഗവതി സേവ ചെയ്യണം. സാധാരണയായിട്ട് ഈ ഉപാസനകളെ ത്രികാല സന്ധ്യാോപാസനകളെ ഗൃഹത്തിൽ വെച്ചാകാം, ഗോശാലയിൽ വെച്ച് ചെയ്യുന്നത് മധ്യമമാണ്, നദീതീരത്ത് വെച്ചാൽ ഏറ്റവും ഉത്തമമാണ് എന്ന് പറയുന്നു. പുണ്യക്ഷേത്രങ്ങളിൽ വെച്ച് ചെയ്യുന്നത് പരമമായിട്ടുള്ളതാണ്, ഏറ്റവും ഉത്തമമുള്ളതാണ് എന്നും പറയുന്നുണ്ട്. കഴിയുന്നിടത്തോളം ദേവീസന്നിധിയിൽ വെച്ച് തന്നെ ത്രിസന്ധ്യകളെ ഉപാസിക്കുക. അത് അമോഘമായിട്ടുള്ള ഫലം നൽകും. ഈ ത്രികാല സന്ധ്യാവന്ദനങ്ങൾക്ക് ഉപരിയായിട്ട് മറ്റുള്ള കർമ്മങ്ങളൊന്നും തന്നെയില്ല. നിത്യവും ചെയ്യുന്നതായിട്ടുള്ള വിഷ്ണു ഉപാസനയോ ശിവ ഉപാസനയോ മഹാദേവിയായ ഗായത്രിയുടെ ശ്രുതിോക്തമമായിട്ടുള്ള ഉപാസനയേക്കാൾ മെച്ചമുള്ളതല്ല. അപ്പോൾ ഈ സന്ധ്യാവന്ദനാദികളെ ഗായത്രി ജപത്തോടുകൂടി ചെയ്യുന്നത് ഏറ്റവും ഉത്തമം തന്നെയാണ് എന്ന് പറയാണ്. സർവവേദങ്ങളിലും സാരഭൂതമായിട്ടുള്ളതാണ് ഗായത്രി മന്ത്രം എന്നുള്ളത്. സന്ധ്യയ്ക്ക് ആ ദേവിയെ ധ്യാനിക്കുക, ജപിക്കുക. വേദങ്ങളും ആ ദേവിയെ ഉപാസിക്കുന്നത് കൊണ്ട് വേദോപാസ്യമെന്ന് പ്രസിദ്ധമാണ് ഗായത്രി. അതുകൊണ്ട് ശാക്തരായാലും ശൈവരായാലും വൈഷ്ണവരായാലും എല്ലാവരും ഒരുപോലെ ആ ഗായത്രിയെ ഉപാസിക്കേണ്ടതാണ്. കേശവ, നാരായണ, മാധവ എന്ന നാമത്തോടു കൂടിയിട്ട് ആജമന്യം ചെയ്ത് ഓം ഭൂഹു, ഓം ഭുവഹ, ഓം സുവഹ മുതലായിട്ടുള്ള മന്ത്രങ്ങളെ കൊണ്ട് പ്രാണായാമം ചെയ്ത് കേശവ, നാരായണ, മാധവ, ഗോവിന്ദ, ത്രിവിക്രമ, ഗോവിന്ദ, വിഷ്ണു, മധുസൂദന, ത്രിവിക്രമ, വാമന, ശ്രീധര, ഋഷികേശ, പത്മനാഭ, ദാമോദര, സംഘർഷണ, വാസുദേവ, പ്രദ്യുമ്ന, നിരുദ്ധ മുതലായിട്ടുള്ള പുരുഷോത്തമ, അധോക്ഷജ, നാരസിംഹ, അച്യുത, ജനാർദ്ദന, ഉപേന്ദ്ര, ഹരി, കൃഷ്ണ എന്നീ ക്രമത്തില് ഓം കൂട്ടി ജപിച്ച് 24 നാമങ്ങള് സ്വാഹാന്തമായി ചൊല്ലി ആചമിച്ച് നാമാന്തകമായി സ്പർശിക്കണം. കേശവാദി 3 നാമങ്ങൾ ചൊല്ലി ജലം കുടിക്കുന്നതിനെയാണ് ആചമന്യം എന്ന് പറയുന്നത്. പിന്നത്തെ 2 നാമങ്ങൾ കൊണ്ട് കൈകളെ കഴുകണം. അടുത്ത 2 നാമങ്ങൾ കൊണ്ട് മുഖം കഴുകണം. അടുത്ത 2 നാമങ്ങൾ കൊണ്ട് മുഖം തുടയ്ക്കണം. പിന്നെ ഒരു നാമത്താൽ കൈകാലുകൾ കഴുകി ശിരസിൽ തളിക്കണം. പിന്നെ സംഘർഷണം തുടങ്ങിയ 12 നാമങ്ങള് കൊണ്ട് 12 അംഗങ്ങളെ സ്പർശിക്കണം. ആചമന്യം ചെയ്യുമ്പോൾ ഇടത് കൈ കൊണ്ട് വലത് കൈ തൊട്ടുകൊള്ളണം. ഇടത്തെ കൈ കൊണ്ട് തൊടാത്തിടത്തോളം ആ ജലം നിർമ്മലമാവുന്നില്ല എന്നൊക്കെ അവിടെ ആ സന്ധ്യാവന്ദന ഉപാസന ക്രമങ്ങള് പറഞ്ഞു പോകുന്നുണ്ട്. ബാക്കി ഭാഗങ്ങളെ നമുക്ക് നാളെ അവലോകനം ചെയ്യാം. സമയം കഴിഞ്ഞതുകൊണ്ട് ഇന്നിവിടെ തന്നെ നിർത്തുന്നു. ഹരയേ നമഃ. ശ്രീ മഹാദേവ്യൈ നമഃ.